എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് എരിവും പുളിയൊക്കെ ചേർന്നിട്ടുള്ള ഒരു അടിപൊളി ചമ്മന്തിയാണ്. അപ്പോൾ ഇത് ഞാൻ തയ്യാറാക്കുന്നത് തക്കാളി ഇല്ലാതെയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. ഇതുപോലെ ഒരു പാൻ വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഒരു 3-4 വെളുത്തുള്ളി അതോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഒരു 3-4 കൊല്ലമുളക്. അപ്പോൾ എരിവുള്ള കൊല്ലമുളകാണ് കേട്ടോ. അപ്പോൾ അതുകൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞത്, പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി. എന്നിട്ട് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഒരുപാട് മൊരിഞ്ഞ് പോവണ്ട, കുറച്ച് കളർ മാറുമ്പോൾ നമുക്കിത് ഓഫാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതാ ഇതിലേക്ക് പുളിക്കായിട്ട് പുളിയാണ് കേട്ടോ ചേർക്കുന്നത്, തക്കാളിയല്ല. കുറച്ച് നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ വഴറ്റിയെടുക്കാം. പിന്നെ വേണ്ടത് ഒരു കൈപ്പിടി നിറച്ച് മല്ലിയില. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനിയിപ്പോൾ 1/2 കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട്. അപ്പോൾ നാളികേരത്തിൻ്റെ പീസ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പീസ് ഇട്ട് കൊടുക്കുമ്പോഴേ നമ്മൾ സവാളയുടെ കൂടെ തന്നെ വഴറ്റാനിടണം, അല്ലെങ്കിൽ പെട്ടെന്ന് അത് വഴന്ന് കിട്ടാൻ പാടായിരിക്കും. ചിരകിയതാവുമ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ചിരകിയതാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് മതി. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പുപൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് തണുക്കാൻ വെക്കണം. അപ്പോൾ ഇത്രയും മതി കേട്ടോ വഴുന്നത്. അപ്പോൾ തണുത്തതിന് ശേഷം ഞാനിതാ ഒരു മിക്സിയുടെ ബൗളിലേക്ക് ഇത് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് ചൂടാറിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഞാൻ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഇച്ചിരി കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് സോഫ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി തിളപ്പിച്ചാറിയ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി ലൂസാക്കണമെങ്കിൽ കുറച്ചും കൂടി തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അത് ഓരോരുത്തരുടെ ഗ്രേവിയുടെ അനുസരിച്ച് എടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരല്പവും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇത് മതി. അപ്പോൾ ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാനും ദോശയുടെ കൂടെ കഴിക്കാനും ഈ ഒരു പാകം മതി കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കടുക് വറുത്തിടണം. ഉപ്പിൻ്റെ പോരായ്മ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ചൂടായതിന് ശേഷം കടുകും പിന്നെ നമ്മുടെ ഉഴുന്ന് പരിപ്പുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കറിവേപ്പില. എന്നിട്ട് ഇതിലേക്ക് ഒന്ന് താളിച്ചൊഴിക്കാം. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഈ ചമ്മന്തിക്ക്. അപ്പോൾ തക്കാളി ഇല്ലെങ്കിലും നമ്മുടെ വാളംപുളി ചേർത്തിട്ട് നല്ല സൂപ്പർ ചമ്മന്തിയാണ്. ഈ ഒരു ചമ്മന്തി ഇഡ്ഡലിക്കും ദോശയ്ക്കും മാത്രമല്ല കേട്ടോ, നമ്മുടെ ഗോതമ്പ് ദോശ ഉണ്ടല്ലോ അതിൻ്റെ കൂടെ കഴിക്കാനും ബെസ്റ്റാണ്. അപ്പം നല്ലൊരു വിഭവമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.